രവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റു. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ADGP എച്ച് വെങ്കിടേഷ് അധികാരത്തിന്റെ ബാറ്റൺ കൈമാറി. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോകന യോഗമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി. ഡൽഹിയിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ തലസ്ഥാനത്തെത്തിയ രവാഡ ചന്ദ്രശേഖർ രാവിലെ 7 മണിയോടെയാണ് ചുമതലയേറ്റത്. ADGPമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്ത് സ്വീകരിച്ചു. താൽക്കാലിക പോലീസ് മേധാവിയുടെ ചുമതലയുണ്ടായിരുന്ന ADGP എച്ച് വെങ്കിടേഷിൽ നിന്ന് അധികാരത്തിന്റെ ബാറ്റൺ ഏറ്റുവാങ്ങി രവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റെടുത്തു. തുടർന്ന് ധീര സ്മൃതിഭൂമിയിലെത്തി പുഷ്പചക്രമർപ്പിച്ച പോലീസ് മേധാവി ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. നേരത്തെ സംസ്ഥാനത്തെ വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന രവാഡ ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്ര സർവീസിൽ നിന്ന് വിടുതൽ വാങ്ങിയാണ് സംസ്ഥാന പോലീസ് മേധാവിയായി എത്തിയിരിക്കുന്നത്. മയക്കുമരുന്നാണ് സമൂഹത്തിൽ ഏറ്റവും അപകടകാരിയെന്നും ആന്റി ഡ്രഗ്സ് സ്ക്വാഡിന്റെയും സൈബർ സെക്യൂരിറ്റി വിങ്ങിന്റെയും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും, അതിൽ നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ഈ ആൻറ്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോകന യോഗമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി. ഇതിൽ പങ്കെടുക്കുന്നതിനായി ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തിയാക്കി അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.